ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു കുട്ടിശാസ്ത്രജ്ഞനാകാൻ റെഡിയാണോ? ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ ഒരു വലിയ രഹസ്യം കണ്ടെത്താൻ പോകാം. ഒരു അടിപൊളി കുറ്റാന്വേഷണം പോലെ. ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു കല്ല്, പിന്നെ കുറച്ച് വെള്ളം, അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു. ഇതൊക്കെ കാണുമ്പോൾ വെവ്വേറെ സാധനങ്ങളായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇവർക്കിടയിൽ ഒരു രഹസ്യബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ കേസ്, വെള്ളത്തിന്റെ ചില വികൃതികൾ. വെള്ളം ഒരു വികൃതിക്കുട്ടിയെപ്പോലെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നല്ലേ നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, വെള്ളത്തിന് സ്വന്തമായിട്ടൊരു ഷേപ്പ്, അതായത് ആകൃതിയില്ല. നമ്മളതിനെ ഒരു ഗ്ലാസ്സിലൊഴിച്ചാൽ അത് ഗ്ലാസിന്റെ ഷേപ്പാവും. ഒരു കുപ്പിയിലാണെങ്കിലോ അത് കുപ്പിയുടെ ഷേപ്പാവും. ശരിക്കും ഒരു മാന്ത്രികനെ പോലെ, അല്ലേ? നമുക്കൊരു പ്രധാന തെളിവ് കിട്ടിയിരിക്കുന്നു. സ്വന്തമായിട്ടൊരു രൂപമില്ലെന്നേയുള്ളൂ, ആൾക്ക് നല്ല ശക്തിയുണ്ട്. കണ്ടോ, ഈ ഒഴുകുന്ന വെള്ളത്തിനൊരു ചക്രം കറക്കാൻ വരെ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾ അത്ര നിസാരക്കാരനല്ല. അപ്പോ വെള്ളത്തെപ്പോലെ ഒഴുകാനും ഇരിക്കുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കാനും കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മളൊരു പേര് വിളിക്കുന്നത്, ദ്രാവകങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സീക്രട്ട് ടീം, ദ്രാവകങ്ങൾ. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടീമിനെ നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ രഹസ്യം എന്താണെന്ന് നോക്കാം. ഇത്തവണത്തെ നമ്മുടെ കേസ് കുറച്ചുകൂടി കടുപ്പമാണ്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ പരീക്ഷണമാണ്. ഒരു ഗ്ലാസ് കമഴ്ത്തി വെള്ളത്തിലേക്ക് താഴ്ത്തിയാൽ എന്ത് സംഭവിക്കും? ഉള്ളിൽ നിന്ന് കുമിളകൾ വരുന്നത് കണ്ടോ? അതെന്താ? അത് ഗ്ലാസിനകത്തുണ്ടായിരുന്ന വായുവാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വായുവിന് ഇരിക്കാൻ സ്ഥലം വേണമെന്ന്. അതായത് വായു സ്ഥലം അപഹരിക്കും. അടുത്ത തെളിവ് നോക്കൂ. വായുവിന് ഭാരമുണ്ടോ? ഉണ്ട്. കണ്ടില്ലേ, ഒരു ബലൂണിൽ കാറ്റ് നിറച്ച് പുസ്തകങ്ങൾ ഉയർത്തുന്നത്. അപ്പോ സ്ഥലം വേണം എന്ന് മാത്രമല്ല, വായുവിന് ഭാരവും ശക്തിയുമുണ്ട്. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ആ കേസും തെളിയിച്ചു. നമുക്കുറപ്പിച്ചു പറയാം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലവും വേണം, അതിന് ഭാരവുമുണ്ട്. ഇനി വായുവിനെപ്പോലെ സ്വന്തമായി ആകൃതിയോ ഒന്നുമില്ലാതെ കിട്ടുന്ന സ്ഥലത്തെ മുഴുവനങ്ങ് നിറയ്ക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? അതാണ് നമ്മുടെ രണ്ടാമത്തെ ടീം, വാതകങ്ങൾ. ഒരു മുറിയിൽ കുറച്ച് പെർഫ്യൂം അടിച്ചാൽ എല്ലായിടത്തും മണം വരുന്നതോർത്തു നോക്കൂ. അതാണ് വാതകങ്ങളുടെ സ്വഭാവം. അപ്പോ നമുക്കിപ്പോ രണ്ട് ടീമുകളെ അറിയാം, ദ്രാവകങ്ങൾ പിന്നെ വാതകങ്ങൾ. പക്ഷെ ഒരു സംശയം, നമ്മുടെ കയ്യിലുള്ള പെൻസിൽ അല്ലെങ്കിൽ കസേര, കല്ല്, ഇതൊക്കെ ഏത് ടീമിലാ പെടുന്നത്? നമുക്ക് നോക്കാം. അവരാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ടീം, ഖരങ്ങൾ. ഒരു കല്ലെടുത്താൽ അതിന് അതിൻ്റെതായൊരു രൂപമില്ലേ? അത് വെള്ളം പോലെ ഒഴുകിപ്പോകുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ആകൃതിയുള്ള ഒഴുകിപ്പോകാത്ത വസ്തുക്കളെയാണ് ഖരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്ന് ടീമുകളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ ടേബിൾ നോക്കിക്കേ. LSS പരീക്ഷയ്ക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഖരത്തിന് കൃത്യമായ ആകൃതിയുണ്ട്. ദ്രാവകമോ അത് പാത്രത്തിന്റെ ആകൃതിയെടുക്കും. വാതകത്തിനാണെങ്കിൽ സ്വന്തമായൊരു ആകൃതിയേ ഇല്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മൂന്നിനും ഭാരമുണ്ട്, മൂന്നിനും ഇരിക്കാൻ സ്ഥലവും വേണം. ഇത് നന്നായി ഓർത്തുവെക്കണേ. ഒരു മിനിറ്റ്, നമ്മുടെ അന്വേഷണം ഇവിടെ കഴിഞ്ഞിട്ടില്ല. എല്ലാ കുറ്റാന്വേഷണ കഥയിലെയും പോലെ ഇതിലും ഒരു കിടിലൻ ട്വിസ്റ്റുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വെള്ളത്തിന് ഒരു സൂപ്പർ പവറുണ്ട്. അതായത് അതിനിഷ്ടം പോലെ ടീം മാറാൻ പറ്റും. വെള്ളം ഒരുപാട് തണുത്താലെന്താവും? അത് ഐസാവും. ഐസ് ഏത് ടീമാ? ഖരം. ഇനി വെള്ളം നന്നായി ചൂടാക്കിയാലോ? അത് നീരാവിയാവും. നീരാവി ഏത് ടീമാ? വാതകം. കണ്ടോ, ഒരേ ആൾ മൂന്ന് രൂപത്തിൽ. ഈ ചിത്രങ്ങളിലേക്ക് നോക്കൂ. ഐസ് അത് ഖരമാണ്. പിന്നെ സാധാരണ വെള്ളം അത് ദ്രാവകമാണ്. പിന്നെ തിളയ്ക്കുമ്പോഴുണ്ടാകുന്ന നീരാവി അത് വാതകമാണ്. ഒരേ ഒരു പദാർത്ഥം, നമ്മുടെ വെള്ളം, മൂന്ന് അവസ്ഥകളിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ഖരം, ദ്രാവകം, വാതകം. അപ്പോ നമ്മുടെ LSS പരീക്ഷയ്ക്കു വേണ്ടി ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുകൂടി ഓർത്തുവയ്ക്കാം. റെഡിയല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിവ. ഇതാണ് നമ്മുടെ ഫൈനൽ ക്ലൂസ്. ഒന്നാമത്തത് ഖരങ്ങൾ, അവയ്ക്ക് കൃത്യമായ ആകൃതിയുണ്ട്. രണ്ടാമത്തത് ദ്രാവകങ്ങൾ, അവ ഒഴുകും, പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കും. മൂന്നാമത്തത് വാതകങ്ങൾ, അവ കിട്ടുന്ന സ്ഥലത്തെല്ലാം വ്യാപിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്തുവെച്ചാൽ മതി. നിങ്ങൾ ശാസ്ത്രത്തിൽ മിടുക്കരാകും, ഉറപ്പ്. ഇനി നിങ്ങൾ ഓരോരുത്തരും ഓരോ ശാസ്ത്രജ്ഞരാണ്. നിങ്ങളുടെ ജോലി എന്താണെന്നറിയുമോ? ഇപ്പോൾ നിങ്ങളുടെ മുറിയിലൊന്ന് ചുറ്റും നോക്കൂ. എന്നിട്ട് അവിടെ കാണുന്നൊരു ഖരം, ഒരു ദ്രാവകം, പിന്നെ ഒരു വാതകം. ഇവയുടെ പേര് പറയാമോ? ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കണം. അപ്പം അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.